അസ്സലാമു അലൈക്കും. ഇപ്പം സമയം വെളുപ്പിന് 2:06 അപ്പം ഉറങ്ങിയായിരുന്നു. പെട്ടെന്ന് തൊണ്ടവേദന അസ്വസ്ഥതയൊക്കെ പെട്ടെന്ന് വന്നപ്പോൾ ഇത്തിരി ചൂടുവെള്ളം കുടിച്ചാൽ കുറയുമല്ലോ എന്നോർത്ത് ചായ കാച്ചി കുടിച്ചതാണ്. അപ്പം ചായയുടെ ചൂടുള്ളിലേക്ക് ചെന്നപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അപ്പം എന്താണ് പറയേണ്ടത്, എന്ത് സംഭവിച്ചാലും ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റിയല്ല വെച്ചാൽ 10 രൂപയുടെ കാശ് കിട്ടേണ്ടതല്ലേ എന്ന് ഓർത്തിട്ട് വർത്താനം പറയാൻ എനിക്ക് പറ്റണില്ല. വേദന കൊണ്ട് വേദനയാണ്, ഈ വശം വിങ്ങണ്. അപ്പം സംസാരിക്കാൻ പറ്റണില്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ കയറിക്കൊണ്ടിരിക്കണതോ കിട്ടിയാലോ മക്കളെ. അതുകൊണ്ടാണ് ഇല്ലാക്കാൻ പാടലാണ് നിങ്ങളുടെ അടുത്ത് വന്ന് സിജിത്ത് എപ്പോഴും. അപ്പം ഞാനിന്ന് ഒരു ഉച്ചയായ സമയത്ത്, കഴിഞ്ഞ ദിവസം, ഇതിപ്പോൾ അടുത്ത നേരം വിളിക്കാൻ പോകണല്ല, കഴിഞ്ഞ ദിവസം ഒരു ഉച്ചയായ സമയത്ത് ഞാനിങ്ങനെ ഓരോന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ അവസ്ഥകളും ഇങ്ങോട്ട് തിരിച്ചറിവായപ്പോൾ തൊട്ടുള്ള അവസ്ഥകളൊക്കെ ഇങ്ങനെ ആലോചിച്ച്, ഞാൻ എന്തിനാണ് റബ്ബേ ദുനിയാവിലേക്ക് എന്തിനാണ് എന്നെ ഇങ്ങനെ, എനിക്ക് ഈ ജീവിതം ഇങ്ങനെ തന്നിട്ട് ആദ്യം എൻ്റെ അമ്മേനെ കൊണ്ടുപോയി, അത് കഴിഞ്ഞ് ഒരു ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിയത് അത് അങ്ങനത്തെ ഒരവസ്ഥയിലായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ അച്ഛനായിരുന്നു ദുനിയാവിലെ ഏറ്റവും വലിയൊരു ആൾ. അച്ഛനായിരുന്നു വെച്ചാൽ എൻ്റെ കണ്ണൊന്ന് നനയാൻ എൻ്റെ അച്ഛൻ സമ്മതിക്കലായിരുന്നു. അപ്പം അച്ഛൻ പോയി. അത് കഴിഞ്ഞ് അച്ഛനെ കഴിഞ്ഞാൽ എനിക്ക് ആരോടാണ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മേനെയാണെന്ന് ഞാൻ ആലോചിക്കാതെ പറയും. പക്ഷെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മേനെ എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒരു ഉറുമ്പ് പോലും കടിക്കാതെ 14 വയസ്സ് വരെ നോക്കിയത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. അമ്മ 14 വയസ്സല്ല, സോറി, അമ്മ മരിച്ചിട്ട് 11 വയസ്സിൽ അമ്മ മരിച്ചു പോയല്ല. പിന്നെ 12, 13, 14, 3 വർഷം ഒരു ഉറുമ്പ് പോലും എൻ്റെ മേത്ത് പുറത്തുനിന്ന് വന്ന് കടിക്കാതെ. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ മാമൻ എന്നെ തല്ലിയ ഒരു രീതിക്കാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. മാമൻ കണ്ടൊരുമാനെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. ഒരുപാട് വേർതിരിവൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒരുപാട്. അന്നൊന്നും ഇന്നത്തെ പിള്ളേരുടെ കണക്കുള്ള തിരിച്ചറിവില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ, അവിടെ നിന്നുകൊണ്ട് തന്നെ എല്ലാവരുടേതും നമ്മൾ കേൾക്കുകയും കാണുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും തിരുവായ്ക്ക് എതിർവാ പറയാൻ അറിയില്ലായിരുന്നു. എവിടെയെങ്കിലും ഒരു മൂലയില മുക്കില പോയി നിന്ന് കരയും. അപ്പം ഇന്ന് ഞാൻ ഒരു 11:30, 12 മണിയൊക്കെ ആയപ്പോൾ ഇവിടുത്തെ അമ്മയുടെ കുളിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ അവിടെ എൻ്റെ അച്ഛൻ മനസ്സിലേക്ക് കയറി. അച്ഛൻ്റെ ആ ഒരു സ്നേഹവും ഒരു കരുതലും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് കയറി. അപ്പം അത് തോന്നാൻ കാര്യമുണ്ട്. ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്ക് സെൽഫി എടുക്കണ പരിപാടിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെൽഫി എടുക്കണത്. സെൽഫി എടുത്തിട്ട് ഒന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. എൻ്റെ ഫോണിൽ ഒരുപാട് ഹാങ് ആവും പെട്ടെന്ന്. ഫോണിൽ പിന്നെ ഫോട്ടോ കിടന്നാൽ പെട്ടെന്ന് ഹാങ് ആവും. അത് കാരണം ഞാൻ ഫോട്ടോയൊന്നും അങ്ങനെ സൂക്ഷിക്കാറില്ല. അത്യാവശ്യം ഒരു 1-2 ഫോട്ടോകളെ, പെട്ടെന്ന് ആരെങ്കിലും ഒരു ഫോട്ടോ ചോദിക്കുമ്പോൾ വെച്ചാൽ ഇപ്പം ഈ വിവാഹക്കാരിയൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഒരു ഫോട്ടോ താന്ന് പറയുമ്പോൾ ഒരു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു 1-2 ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഇന്നും ഇതുപോലെ തന്നെ ഫോട്ടോ ഇങ്ങനെ എടുത്തോണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ കണ്ണ്, ഈ നെറ്റി, ഈ ഭാഗമൊക്കെ കറക്റ്റ് അച്ഛൻ്റെ മുഖ ഷേപ്പാണ് എനിക്ക്. അപ്പം ഞാനിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ സമയത്ത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖം പോലെ എനിക്ക് രൂപപ്പെട്ട ക്യാമറയിൽ.
അപ്പോഴാണ് ഞാൻ അച്ഛനെക്കുറിച്ച് എപ്പോഴും ചിന്തയുണ്ട് മനസ്സിൽ. പക്ഷേ അങ്ങനെ നമ്മൾ കാര്യമായിട്ട് കൂടുതൽ ചിന്തിക്കുകയില്ല. ചിന്തിച്ച് വന്നാൽ ഞാൻ കരയാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട്, അല്ലാതെ തന്നെ കണ്ണീരാണ്. പിന്നെ ഞാൻ അച്ഛനെയും കുറിച്ച് ഓർത്ത് കരയണ്ടല്ല എന്ന് വെച്ചിട്ട്, അദ്ദേഹവും ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ടല്ല, ഒരുപാട് സങ്കടത്തിൻ്റെ ഒക്കെ നടുവിൽ നിന്ന് അദ്ദേഹവും രക്ഷപ്പെട്ടു. അപ്പം നമ്മളെന്തിനാണ് മരിച്ചുപോയ വ്യക്തിനെ ഓർത്ത് കരഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു റൂഹിനി ഉണ്ടെന്ന് പറയണ്. എനിക്കറിയില്ല ഇതിനെക്കുറിച്ചൊന്നും. അപ്പം ഒരു സങ്കടം പിന്നെ വേണ്ട എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് ഞാനങ്ങനെ ഓർത്ത് കരയാറില്ല. ഈ ദുനിയാവിൽ നിന്ന് എൻ്റെ അച്ഛനെങ്കിലും രക്ഷപ്പെട്ടല്ല എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ രക്ഷപ്പെട്ടല്ല എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. അപ്പം ഞാനിന്ന് അച്ഛനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ അച്ഛനും എന്നെപ്പോലെ തന്നെ ഒരുപാട് സഹിച്ചിട്ടുണ്ട് കേട്ടോ. ജീവിതത്തിൽ അച്ഛൻ്റെ ഇഷ്ടത്തിനൊരു ജീവിതം അച്ഛൻ തിരഞ്ഞെടുത്തത് കൊണ്ട് അച്ഛൻ അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറുതിലെ അച്ഛന് 26-27 വയസ്സുള്ളപ്പോൾ പിന്നെ അച്ഛൻ്റെ അപ്പം മരിച്ച്. പിന്നെ അച്ഛനിങ്ങനെ കുറഞ്ഞ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ നിന്നൊരു പെണ്ണിനെ കല്യാണം ചെയ്തത് കൊണ്ട് അങ്ങനെ അത് കേട്ട് അറിഞ്ഞ് വന്നപ്പോൾ അപ്പൂപ്പന് അറ്റാക്ക് വന്നാണ് മരിച്ചത്. പിന്നെ ആ ഒരു ശാപമൊക്കെ അച്ഛൻ്റെ തലയിലുണ്ടായെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ആൾക്കാരുടെയൊക്കെ മുന്നിൽ തല താഴ്ത്തിയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ ജ്യേഷ്ഠനും അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ പെങ്ങന്മാരും ഒക്കെ ജീവിച്ചേച്ചത്. അന്നൊക്കെ ഇങ്ങനെ പിന്നെ ഹരിജനത്തിനൊക്കെ ഭയങ്കര ഹരിജനാണ് എൻ്റെ അമ്മ. അന്നൊക്കെ ഹരിജൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുലയ സമുദായം. ഇപ്പം നമ്മൾ മോഡൽ വർത്താനൊന്നും പറയണ്ട, പുലയ സമുദായത്തിൽപ്പെട്ട ആളാണ് എൻ്റെ അമ്മ. അപ്പം അന്നൊക്കെ ആ ഒരു ജാതിനെ ഒരുപാട് ഇങ്ങനെ പുറകോട്ട് നിർത്തിയിരുന്നാണ്. അറിവില്ലായ്മ കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ശരീരത്തിൽ ഓടണത് മുസ്ലിമിനായാലും ക്രിസ്ത്യാനിയുടേതായാലും എല്ലാവരുടെയും ശരീരത്തിൽ കൂടി ഓടുന്ന രക്തമാണ്. അപ്പം അങ്ങനെയൊന്നും അന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആൾക്കാരെയൊക്കെ മുന്നിൽ നാണം കെട്ടാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയും ആൾക്കാരും ഒക്കെ ജീവിച്ച് വെച്ചത്. അപ്പം ഉടനെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ശാപമൊക്കെ എൻ്റെ അച്ഛൻ്റെ തലയിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ പിറകെ പോകുന്ന ആ ശാപങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് ഞാനിട്ട വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം കേട്ടോ. സബ്സ്ക്രൈബർമാരോടാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ചിലരെങ്കിലും ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇത്തയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നൊക്കെ ഓരോരുത്തരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, എൻ്റെ വീഡിയോസ് നിങ്ങൾ എല്ലാം കാണണം. എന്നുവെച്ചാൽ പിന്നെ ഇതല്ല ഷോർട്ട് വീഡിയോ, മറ്റേ റീൽസ് കണ്ടില്ലേലും കുഴപ്പമില്ല. ഞാനിട്ട വലിയ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്നോട് ആ ചോദ്യത്തിൻ്റെ ഇത് വരുന്നില്ല, ഇവിടെ കാര്യം വരുന്നില്ല ഇവിടെ. അപ്പോൾ എന്നോട് ചോദിക്കണേന് ഞാൻ റീപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ റീപ്ലൈ ചെയ്യണേലും നല്ല കാര്യം നിങ്ങൾ വീഡിയോ കാണിക്കണം. റീപ്ലൈ ചെയ്യണേന് ഒരു പരിധി വരെയല്ലേ നമുക്ക് അതിന് മറുപടി തരാൻ പറ്റുള്ളൂ. വീഡിയോയിലാവുമ്പോൾ എല്ലാ കഥകളും കാര്യങ്ങളും ഉണ്ട്, നിങ്ങളത് കാണുക. അപ്പം അച്ഛൻ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതിന് ശേഷം അച്ഛൻ്റെ അമ്മ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അവരൊക്കെ അന്ന് ചെറുപ്പക്കാരല്ലേ. ഇപ്പം എൻ്റെ അച്ഛന് 26 വയസ്സേ ഉള്ളു അന്ന്. അപ്പം അച്ഛൻ്റെ അമ്മയൊക്കെ കൂടി വന്ന ഒരു 48-50 വയസ്സൊക്കെ കാണുള്ളൂ. 50 വയസ്സുണ്ടാകുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയുകയാണ്. എൻ്റെയൊക്കെ കാഴ്ചയിൽ അമ്മക്ക് 68 വയസ്സോളം ഉണ്ട്. എൻ്റെ കാഴ്ചയിൽ അച്ഛാമ്മ തീരെ വയസ്സായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനതിന് ദൂരം നിന്നൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നെപ്പോലെ തന്നെ ഉയരം കുറവാണ്, എൻ്റെ മുഖ ഷേപ്പൊക്കെയാണ് അച്ഛാമ്മക്ക്.
അപ്പം അച്ഛനെ അച്ചാമ്മേനെയൊക്കെ പോലെയാണ് ഞാനിരിക്കണത്. അപ്പോൾ ദൂരെ നിന്നേ കണ്ടിട്ടുള്ളൂ. അവരെന്നോട് മിണ്ടിയലാഞ്ഞ്, ഞാനും പുലയുടെ വയറ്റിൽ ജനിച്ച ഒരാളല്ലേ. അപ്പം അതുകൊണ്ട് അവരുടെ ആ ഒരു അഭിമാനത്തിന് ചേരാത്തൊരു പേരക്കുട്ടി ആയിപ്പോയല്ലേ ഞാൻ. നമ്മളെന്ത് ചെയ്യാനാണ്? നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത തെറ്റിൽ നമ്മളെന്ത് ചെയ്യാനാണ്? അപ്പം നിങ്ങളോട് എപ്പോഴും പറയും ഞാൻ കരയരുത്, പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോഴേ വിഷമം മഞ്ഞി കരയല കേട്ടാ, സഹിക്കാം. അപ്പം ആ ഒരു രീതിയിലൊക്കെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് മക്കളാണ് ശിക്ഷ ഏൽക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കറക്റ്റാണ്. എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് ഞാനാണ് അവിടെ നിന്ന് ഇപ്പം അവരെ അനുഭവിച്ചേക്കണം. അവർ രണ്ടുപേരും ദുനിയാവിൻ്റെ മുകളിൽ നിന്ന് പോയി. അപ്പം അവർ പോയി. അവർക്കിനി ദുനിയാവിൽ നിന്നൊന്നും ഏൽക്കണ്ട. അപ്പം അങ്ങനെ എന്നോട് മിണ്ടത്തില്ലായിരുന്നു, ആരും എന്നോട് മിണ്ടത്തില്ലായിരുന്നു. പിന്നെ എന്നോട് മിണ്ടണതാണ് ഒരു അച്ഛൻ്റെ അനിയൻ മിണ്ടുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒരു പെങ്ങൾക്ക് വലിയ കാര്യമായിരുന്നു. അവരാണ് ഈ കഴിഞ്ഞിടയ്ക്ക് എന്നെ വിളിച്ചെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഈ ഞങ്ങളുടെ നാട്ടിൽ പറയും അപ്പത്തിന് തേങ്ങ ചെറിയ കണ്ടണ്ടാണെന്ന്. അപ്പോൾ അവരുടെ മകനിക്ക് എന്നെ ആദ്യമേ അച്ഛനോട് പറഞ്ഞ് ഇതാക്കിയതാണ്. പിന്നെ ഷേനായിയുടെ മകളാ എൻ്റെ മോനിക്ക് കെട്ടാൻ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെട്ടിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുതാണ് അന്നേരം, ഒരു 10 വയസ്സൊക്കെ ഉള്ളു. അന്നേരമാണ് പറഞ്ഞു അവൾ വലുതാവുമ്പോൾ പിന്നെ മോനിക്ക് കെട്ടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛനൊന്നും അങ്ങനെ അവരോടും കയർത്തൊന്നും പറയുകയല്ല, ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് അന്നും പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ ആ ഒരു അപ്പച്ചിയും മിണ്ടുമായിരുന്നു, അച്ഛൻ്റെ ഒരു അനിയനും മിണ്ടുമായിരുന്നു എന്നോട്. അല്ലാതെ എന്നോട് ആരും മിണ്ടിയാലായിരുന്നു. ഇവരെയൊക്കെ ഞാൻ ദൂരെ നിന്ന് നോക്കി കാണുകയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരെയൊക്കെ, എൻ്റെ അച്ഛൻ്റെ ആൾക്കാരല്ലേ. അപ്പം അത് കാരണം അച്ഛൻ്റെ അമ്മേനെയും അച്ഛൻ്റെ ജ്യേഷ്ഠനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഞാൻ പെലയുടെ വയറ്റിൽ ജനിച്ച മകളായിട്ടാണ് അവരെന്നെ കണ്ടുവച്ചത്. അതുകൊണ്ട് ആരും എന്നോട് സഹകരണമൊന്നുമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ വിടുകയില്ലായിരുന്നു കേട്ടോ. അവരുടെ ആരോടും മിണ്ടാനും അവരുടെ ആരുടെയും കാരുണ്യവും അവരുടെ ആരുടെയും സ്നേഹമൊന്നും പിടിച്ചു പറ്റാൻ എൻ്റെ അച്ഛൻ എന്നെ വിട്ടിട്ടില്ല. എനിക്ക് വേണ്ടുവോളം എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ ആരുടെ സ്നേഹം അത് തീർത്ത് കിട്ടാനായിട്ട് എനിക്ക് വിധിയില്ലായിരുന്നു. അതെൻ്റെ വിധിക്കുറവാണ്, അല്ല എൻ്റെ വിധിയാണ്. വിധിക്കുറവല്ല, വിധിയാണ്. അപ്പം അങ്ങനെ ഇന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഈ ദുനിയാവിലേക്ക് വന്നിട്ട് സന്തോഷം എന്താണെന്ന് വളരെ കുറച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ജീവിതമൊക്കെ വലിയ രീതിയിലുള്ളൊരു ഇതൊക്കെയാണ്. സ്നേഹിച്ച് കെട്ടുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു പരിധി കഴിഞ്ഞാൽ ആ സ്നേഹം ഒന്നും ഉണ്ടാകുകയില്ല. ചിലപ്പോൾ പെണ്ണിനുണ്ടാകുകയില്ല, ചിലപ്പോൾ ആണിനുണ്ടാകുകയില്ല. അപ്പോൾ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊക്കെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും. മരിച്ചു കിടക്കണ ആൾക്കാരെ കുറ്റപ്പെടുത്തേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ അച്ഛൻ കാണിച്ചാലും എൻ്റെ അമ്മ കാണിച്ചാലും ഞാൻ കാണിച്ചാലും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ഞാൻ പറയും. എനിക്കങ്ങനെ എൻ്റെ അച്ഛൻ്റെ കഥയാണല്ല അതെൻ്റെ പറയാൻ പാടില്ല, അതെൻ്റെ അമ്മയുടെ കഥയാണല്ല എനിക്കത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ കഥയാണല്ല എനിക്കത് പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ വെക്കുകയൊന്നുമില്ല. എനിക്ക് എൻ്റെ കാര്യം, മറ്റുള്ളവരതല്ല, എൻ്റെ കാര്യം എനിക്കത് തുറന്നു പറഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. പക്ഷെ ഞാനതിവിടെ പറയുന്നില്ല. പറഞ്ഞാൽ പറയാത്തതെന്ന് വെച്ചാൽ ഒരുപാട് മരിച്ചുപോയ ആൾക്കാരെ കുറ്റപ്പെടുത്തണം. അതുകൊണ്ട് ആ ഒരു പിന്നെ പാപം പിടിച്ച് മേടിക്കാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഇന്ന് ഞാൻ ആലോചിച്ച് എൻ്റെ അച്ഛൻ പിന്നെ എന്നോട് ഭയങ്കര സ്നേഹമായിട്ടാണ് എന്നെ കൊണ്ടു നടന്നതും വളർത്തിയതുമൊക്കെ. പക്ഷേ എൻ്റെ അച്ഛന് ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട് നിന്ന് എൻ്റെ അച്ഛനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ നിന്നകത്ത് എനിക്കൊരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കൊടുക്കാനുള്ളൊരു പിന്നെ എന്താ പറയണ്ട, തിളപ്പിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ
നിന്ന വീട്ടിലൊന്നും അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വന്നിട്ടില്ല. പിന്നെ അച്ഛന് കുറച്ച് ഒരുപാട് ഇതായിരുന്നു. അങ്ങനെ ഈ അച്ഛന് ഇങ്ങനെ ഞാനെന്നുള്ളൊരു ഭാവമല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കണത്. അച്ഛൻ്റെ ഒരു ചെൽപ്പടിയിലല്ല എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. വെച്ചാൽ എൻ്റെ വല്യമ്മയുടെ ഒരു നിർബന്ധപ്രകാരമാണ് ആദ്യത്തെ വിവാഹം നടന്നതെന്ന് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങനെ വന്ന് മറ്റുള്ളവൻ്റെ വീട്ടിൽ വന്ന് നിന്ന് ചായ തിളപ്പിച്ച അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞുകൂടാൻ അച്ഛൻ തയ്യാറല്ല. അതുകൊണ്ട് അച്ഛൻ്റെ അഭിമാനം അച്ഛനെ സമ്മതിച്ചില്ല എൻ്റെ അടുത്ത് നിൽക്കാനായിട്ട്. പക്ഷേ ലാസ്റ്റ് കാലങ്ങളിൽ എന്നോട് അത് തീരെ ക്ഷയിച്ചപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പൈസയും കാര്യങ്ങളും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു മുതൽ തന്നിട്ടുണ്ടാന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. ഒന്നും തന്നതായിട്ട് കൂട്ടാൻ പറ്റിയല്ല. വെച്ചാൽ അന്നൊക്കെ 5000, 2000, 3000 ഒക്കെ തന്ന പിന്നെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി വരുമ്പോൾ അത് തീർന്നു. വെച്ചാൽ ഈ വീട്ടിൽ ചിലവാക്കി വരുമ്പോൾ അത് തീർന്നു. അപ്പം നമുക്ക് ഇന്നത്ത് തന്നെന്ന് പറയാനായിട്ട് നമുക്ക് ഒരു 2 സെൻറ്റ് സ്ഥലം മേടിച്ച് തരികയോ അല്ലെങ്കിൽ ഒരു 3-4 പവൻ്റെ പൊന്നു മേടിച്ച് തരികയോ ചെയ്താൽ നമുക്ക് പറയാം ഇന്നതെനിക്ക് തന്നെന്ന്. പിന്നെ ഒരു അരപ്പവനല്ല 1 പവൻ്റെ ഒരു കമ്മലും മാലയും കൂടി, അരപ്പവൻ്റെ ഒരു ചെറിയ മിന്നൽ ചെയിനും മാലയും, ഒരു അരപ്പവൻ്റെ ഒരു ഭരതനാട്യത്തിൻ്റെ ഒരു ജിമുക്കും കമ്മലും മേടിച്ചിട്ടുണ്ട്. അത് ആദ്യത്തെ വീട്ടിൽ അവരെടുത്ത് കളഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഇന്ന് പിന്നെ എൻ്റെ ആദ്യത്തെ ഭർത്താവിനോട് അച്ഛൻ മിണ്ടിയിട്ടില്ല. അച്ഛന് ഇഷ്ടപ്പെടാത്തൊരു കല്യാണമായിരുന്നു. പക്ഷെ അച്ഛൻ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു മരുമകനെയല്ല ഞാൻ അച്ഛന് കൊടുത്തത്. അപ്പം അത് കാരണം അച്ഛന് മിണ്ടാനും പോലും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ മരണത്തിൻ്റെ ഒരു മാസത്തിന് മുമ്പാണ് എൻ്റെ ആദ്യത്തെ ആളിനോട് എൻ്റെ അച്ഛൻ മിണ്ടണത്. അപ്പം എൻ്റെ 1-2 വാക്കേ പറഞ്ഞോളൂ. അച്ഛൻ വയ്യാതെ ഞങ്ങളുടെ അടുത്തൊരു ആശുപത്രി അറ്റാക്കായിരുന്നു. വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ചെന്നപ്പോൾ പേര് വിളിച്ചച്ഛൻ പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനൊന്നും മിണ്ടിയിട്ടുണ്ട്. അല്ലാതെ പണിയുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നും പറഞ്ഞു. അല്ലാതെ അച്ഛൻ മിണ്ടിയിട്ടില്ല ഈ പറഞ്ഞ ആളോട്. എൻ്റെ മക്കളോട് 2 പേരോടും ജീവനായിരുന്നു അച്ഛന്. അപ്പോൾ എന്നോട് പിള്ളേരെ ലോട്ടറി കച്ചവടം തുടരാൻ വേണ്ടിയിട്ടാണ് എന്നോട് 1000 രൂപ ചോദിച്ചിട്ട് എൻ്റെ അച്ഛന് എനിക്കത് കൊടുക്കാൻ സാധിച്ചില്ല. ഇന്നും എനിക്ക് ആ സങ്കടം എൻ്റെ മനസ്സിൽ വിട്ടുപോയിട്ടില്ല. വർഷം 10-25 കഴിഞ്ഞ് അച്ഛൻ മരിച്ചിട്ട്. പക്ഷേ ഇന്നും ആ ഒരു സങ്കടവും ആ ഒരു തേങ്ങലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കും പോലെയുള്ള ഒരവസ്ഥയാണ്. പക്ഷെ അന്ന് 1000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൂല്യമുള്ള സമയമാണ്. ഇന്ന് നമുക്ക് ആരോടെങ്കിലും കടം ചോദിച്ചാൽ കിട്ടും. പക്ഷെ അന്നൊന്നും നമുക്ക് 1000 രൂപ ആരോടും കടം ചോദിക്കാൻ പോലും പറ്റാത്തൊരു സമയത്താണ് 1000 രൂപ അച്ഛൻ എന്നോട് ചോദിക്കണത്. പക്ഷേ എനിക്കത് കൊടുക്കാൻ സാധിച്ചില്ല. പിന്നെ കേൾക്കുന്നത് എൻ്റെ അച്ഛൻ്റെ മരണ വാർത്തയാണ്. അതൊക്കെ ഞാൻ പണ്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. ഇന്ന് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മയിൽ മനസ്സുണ്ടായിരുന്നത്. അത് കാരണം പകലൊക്കെ ഒരു ചെറിയ സങ്കടത്തിലാണ് നടന്നേച്ചത്. പിന്നെ അപ്പം ഒരുപാടൊക്കെ ലാളിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിക്കാഞ്ഞത് കൊണ്ട് ഇന്നും ഒരുപാട് സങ്കടത്തിൻ്റെ നടുവിലാണ് ആ ഒരു കാര്യത്തിലും ഞാനുള്ളത്. അപ്പം പരലോകത്ത് എൻ്റെ അച്ഛൻ സ്വർഗത്തിലായിരിക്കും പോയേക്കണമെന്ന് വെച്ചാൽ അത്ര പാവമായിരുന്നു എൻ്റെ അച്ഛൻ. അത്ര പാവമെന്ന് പറഞ്ഞാൽ അത്ര പാവമായിരുന്നു. എൻ്റെ അച്ഛൻ സ്വർഗത്തിൽ തന്നെ ആയിരിക്കും പോയേക്കണത്. ഒരു പാവവും ചെയ്യാത്തൊരു വ്യക്തിയാണ്. പാപം ഒരെണ്ണം ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എന്നെ ഗർഭിണി ആക്കിയ ഒരു പാവം എൻ്റെ അച്ഛൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് അച്ഛൻ കൈയൊഴിഞ്ഞ് കളഞ്ഞില്ല. അച്ഛൻ ഉത്തരവാദിത്തപ്പെട്ട് ഏറ്റെടുത്ത് എൻ്റെ അമ്മേനെ കല്യാണം ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ്റെ അമ്മയുടെ രജിസ്റ്ററിന് ഞാനും കൂടി രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നാണ് അച്ഛൻ്റെ അമ്മയുടെ കല്യാണം നടത്തിയിട്ട് പോകുന്നത്. അപ്പം അല്ലാതെ എൻ്റെ അച്ഛൻ ഒരു പാവവും ദുനിയാവിൻ്റെ മുകളിൽ ചെയ്തിട്ടില്ല. ഒരു രീതിയിലും എൻ്റെ അച്ഛൻ ഒരു കളങ്കപ്പെട്ടിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. പഞ്ചപാവം മനുഷ്യൻ. ഇപ്പോഴും കുത്തോട്ടി ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ ആൾക്കാരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്ക് എന്തൊരു അഭിമാനമുണ്ട്. അപ്പം ശരി പിള്ളേരെ, ഇങ്ങനൊരു വീഡിയോ ചെയ്യാനാണ് ഇപ്പോൾ വന്നത്.
വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് വന്നത്. കിടക്കാൻ പോവുകയാണ്. എല്ലാവരോടും എപ്പോഴും പറയും പോലെ തന്നെ സ്നേഹം നിറഞ്ഞ അസ്സലാമു അലൈക്കും.